ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ചേലക്കരയിലെ ഡോക്ടറായ വി.ആർ. ഉണ്ണികൃഷ്ണനാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കാനായി വിവിധ വിഷയങ്ങളെക്കുറിച്ച് നിരവധി ഡോക്യുമെന്ററികളും നിരവധി ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ വി.ആർ. ഉണ്ണികൃഷ്ണൻ. അത്തരത്തിൽ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഹ്രസ്വചിത്രമാണ് കാലത്തിനൊപ്പം. ആ ഹ്രസ്വചിത്രത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പുതുതായി OMC ഫിലിംസ് ഇന്റർനാഷണലിന്റെ ഒരു പുരസ്കാരം കൂടി ഈ ചിത്രത്തെ തേടിയെത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഈ ഒരു അവസരത്തിൽ ഞാൻ വളരെയധികം സന്തോഷം എന്താ പറയേണ്ടതുള്ള ഒരു കാലഘട്ടമാണ്. കാരണം ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പറ്റുക, അവരത് സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് അതിൽ നമുക്കൊരു അംഗീകാരം കിട്ടുക. കാരണം ഒരുപാട് സിനിമകൾ, തമിഴ്, അതുപോലെ തന്നെ ഹിന്ദി, മലയാളം, ഇതെന്നൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഫിലിം ഫെസ്റ്റിവലിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചു എന്നുള്ളതും, ഒപ്പം അതിൽ നമുക്കൊരു റെക്കഗ്നീഷൻ കിട്ടുക എന്നുള്ളത് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് ഈ ഫെബ്രുവരി 11 കൊച്ചിയിൽ നല്ലൊരു താരനിശയോട് കൂടിയിട്ട് നമ്മുടെ സംവിധായകനായിട്ടുള്ള പ്രിയനന്ദന്, അതോടൊപ്പം മറ്റ് സംവിധായകനായിട്ടുള്ള അമ്പിളിച്ചേട്ടൻ, ഒപ്പം നടി ഭാവന, ഇതിൽ നിന്നാണ് എനിക്ക് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതും. മാത്രമല്ല ഈ OMC ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ എല്ലാ സംഘാടകരും അതിൻ്റെ ജൂറി അംഗങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇങ്ങനൊരു കഥ, അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ തിരഞ്ഞെടുക്കുമ്പോൾ അവർ പറഞ്ഞത്, എന്നോട് നേരിട്ട് പേഴ്സണലി പറഞ്ഞ ഒരു ജീവിതമുണ്ട് ഈ കഥയിൽ. കാരണം കോവിഡ് കാലഘട്ടത്തിൽ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന, കാരണം ഒരു അരമണിക്കൂർ നേരത്തെ ഒരു ഹ്രസ്വ സിനിമ എന്നുള്ളതല്ല. ഞങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു വലിയൊരു കുടുംബം, ഒരു സാധാരണ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥ ഒരു ചെറിയ ഫ്രെയിമിലാക്കിയിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ജൂറി വിലയിരുത്തിയത്. അത് തന്നെ എനിക്ക് വലിയൊരു അംഗീകാരമാണ്. കാരണം വലിയ സിനിമ എന്നുള്ള മോഹവുമായി നടക്കുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് ഈ ഹ്രസ്വ സിനിമയ്ക്ക് തന്നെ ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം എനിക്ക് പ്രേക്ഷകരുമായിട്ടും എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഡോക്ടർ, ഈ ചിത്രത്തിൽ നമ്മുടെ കോവിഡ് കാലത്ത് ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ജനങ്ങളുടെ അവസ്ഥ, മാനസികാവസ്ഥ, അവരുടെ തൊഴിലില്ലായ്മ, അവർക്ക് നേരിടേണ്ടുന്ന പ്രശ്നങ്ങൾ എല്ലാം ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ് ആ ചിത്രത്തിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം, അല്ലെങ്കിൽ ആ ചിത്രം ചെയ്യാനുള്ള ഒരു ചിന്ത വരാൻ കാരണം എന്താണ്? ഇത് കോവിഡ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2021 കാലഘട്ടത്തില് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, തൊഴിലില്ല, എല്ലാം ലോക്ക്ഡൌൺ എന്ന് പറയുന്ന വലിയ വിഷയത്തിലായിട്ടിരുന്ന ക്ലിനിക്കുകൾ, ഞാൻ എൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്ക്, അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നുമില്ല. അപ്പൊ പല ജനങ്ങളും ഈ പറയുന്ന റേഷനരിയും അതുപോലെ തന്നെ കിറ്റുകളും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വലിയ വിഷയം. സാധാരണ ഒരു കുടുംബം എന്ന് പറയുന്നത് പട്ടിണിയിലാണ്. അപ്പൊ ഇത് എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഇതിൻ്റെ ഒരു യഥാർത്ഥ നേർക്കാഴ്ചയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എനിക്ക് ഇങ്ങനെ ഒരു കഥ എൻ്റെ മനസ്സിൽ കയറി വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാമൂഹികമായ വലിയൊരു വിപത്ത്, കാരണം മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. കാരണം ഈ മദ്യം, അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഇത് പ്രത്യേക ഒരു തരത്തിൽ ഇത് ലഭ്യമാക്കുകയും അവരുടെ ഒരു ചികിത്സ, അതോടൊപ്പം ഒരു പുനരധിവാസം, ഇത് ഗവൺമെന്റ് അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ ഒരു ചിന്തിക്കേണ്ട ഒരു അവസ്ഥ. അതിന് മാധ്യമങ്ങളും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ സർക്കാർ തലത്തിലുള്ള ഇതിനുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു. ഇതെനിക്ക് മാധ്യമത്തിലൂടെ, TV-യിലൂടെ കാണാൻ എനിക്ക് നേരെ. മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് കുന്നംകുളത്ത്, അതുപോലെ തന്നെ കേരളത്തിന്റെ നാനാഭാഗത്ത് തന്നെ സ്ഥിരമായി മദ്യം കഴിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ഥിരമായി മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, ഇവൻ സിഗരറ്റ്, ബീഡി പോലുള്ള ചെറിയ മാരകമല്ലാത്ത ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് പോലും സ്ഥിരമായി ഇത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന മാനസിക വിഭ്രാന്തി. ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ മുന്നിലും ഇതുപോലെ വന്നിരുന്നു. ഇതിന് പകരമായിട്ട് ഡോക്ടറെ എന്തെങ്കിലും എനിക്ക് മറ്റുള്ള ടോണിക്കോൾ എന്തെങ്കിലും കിട്ടും, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചതാണ്. ഇപ്പോഴാണെങ്കിൽ ഷാപ്പുകൾ ഒന്നും തുറക്കുന്നില്ല, എനിക്കിത് കിട്ടാൻ അവൈലബിൾ അല്ല, ഇത് നിർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഇപ്പൊ ആ സമയത്ത് കിട്ടാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തി, ഇത് എൻ്റെ മുന്നിൽ പേഷ്യൻസ് തന്നെ എൻ്റെ മുന്നിൽ ഇത് റിവീൽ ചെയ്തിരുന്നു. ഇപ്പൊ ഇതെല്ലാം എനിക്ക് മിങ്കിൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കഥ എൻ്റെ മനസ്സിൽ രൂപാന്തരപ്പെട്ടത്. കാരണം ഇവർക്ക് വേണ്ട ഒരു പ്രത്യേക, ഈ സമയത്ത് നമുക്ക് ചികിത്സിക്കാൻ വളരെ ഇവർ ചികിത്സയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് അത്രയും കാലത്തുണ്ടായിരുന്ന അഡിക്ഷൻ, അല്ലെങ്കിൽ അതിനോടുള്ള ആസക്തി വരെ നിർത്തുവാനുള്ള ഒരു സാഹചര്യം കൂടെ ആണ് നമുക്ക് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കിട്ടാതെ വരുമ്പോൾ മാനസിക പ്രശ്നം ഉണ്ടാകും. അഡിക്ഷൻ സിംറ്റംസ് അവർക്ക് അഡിക്ഷൻ സെന്ററുകളിലേക്കൊക്കെ എത്തിക്കൊണ്ട് ഇവരെ പുനരധിവസിക്കുന്ന ഒരു മെസ്സേജ് കൂടെ
എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സിനിമ എന്നുള്ളത്, കാരണം അന്ന് സിനിമ ടെക്നിക്കലി ഷൂട്ട് ചെയ്യാൻ ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം ഒരു വാർഡിൽ നിന്ന് തന്നെ മറ്റൊരു വാർഡിലേക്ക് പോകാൻ ഉള്ള വിഷമം, കണ്ടെയ്ൻമെന്റ് സോണാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. പിന്നെ ഗ്രൂപ്പായിട്ട് നമുക്കൊരു സിനിമ ക്രൂവായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്കൊരു ഗ്രൂപ്പായിട്ട് ചർച്ച നടത്തുവാനോ, അതുപോലെ തന്നെ കാസ്റ്റിംഗ്, മൊത്തത്തിൽ ഇതിന്റെ പ്രൊഡക്ഷൻ, കാരണം ക്യാമറാമാൻസ് വേണം, അതിന്റെ ക്രൂ മെമ്പേഴ്സ് വേണം. ഇപ്പൊ യാത്രകൾ പോലും പ്രശ്നമല്ല ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഷൂട്ടിങ്ങിനെ സംബന്ധിച്ച് യാതൊരുവിധ ഐഡിയയും ഉണ്ടായിരുന്നില്ല. കാരണം എങ്ങനെ തുടങ്ങണം എന്നുള്ള പോലും എനിക്ക് അറിയില്ലാത്ത സമയത്താണ് ഞാൻ കാലത്തിനൊപ്പം എന്ന ഒരു കവിത, കൈപ്പള്ളി അനിയം വിഷ്ണു എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായിട്ടൊരു കവി ആണ് ഈ ഒരു കവിത എനിക്ക് അയച്ചു തന്നു, ഇതൊന്ന് ട്യൂൺ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ ട്യൂണിങ് കാലത്തിനൊപ്പം എന്നുള്ള ഈ കഥ ഞാൻ രൂപാന്തരപ്പെടുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ഞാൻ പൊരുൾ എന്ന കഥയായിട്ട്, തിരക്കഥയുമായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ടുള്ള ഇപ്പൊ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ സുരേന്ദ്രൻ കാളിയത്തുമായിട്ട് ഞാൻ ഈ കഥ എഴുതി വെച്ചു. പക്ഷെ അന്ന് കാലത്തിനൊപ്പം എന്നാൽ ടൈറ്റിൽ അല്ലായിരുന്നു ഇതുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു കവിത, കാലത്തിനൊപ്പം നടന്നവരാണു ഞാൻ, കാലത്തിൻ ഗതികളെ മാറ്റിമറിച്ചവർ, ചടുലമാം പദയാത്ര ഇന്നിതാ എന്ന് പറയുന്ന ഒരു നല്ലൊരു കവിത. അപ്പൊ ഇത് കോവിഡ് കാലഘട്ടത്തിൽ ഒരു സാധാരണ ഒരു കുടുംബം അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ആ കവിതയിൽ നിറഞ്ഞു നിന്നിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ കവിത ഞാൻ എടുക്കട്ടെ, എനിക്ക് പാട്ടായിട്ട് ഞാനിത് ട്യൂൺ ചെയ്ത് റെക്കോർഡിങ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ കാലത്തിനൊപ്പം എന്ന് പറയുന്ന ഈ ഒരു ആശയം എൻ്റെ മുന്നിൽ വന്നതും ഈ കവിതയുമായി ബേസ്, ഇതാണ് എൻ്റെ ഈ ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം. അങ്ങനെയാണ് ഞാൻ കാലത്തിനൊപ്പം എന്ന സിനിമ ഞാൻ ആരംഭം കുറിച്ചതും. ഒപ്പം എൻ്റെതായ സുഹൃത്തുക്കളായിട്ടുള്ള അന്യു, അതായത് കാമൈ സ്റ്റുഡിയോ, അവരംഗങ്ങൾ പറഞ്ഞു, ഡോക്ടറെ നമുക്ക് ഇത് സിനിമയായിട്ട് ഇറക്കാം. ഒപ്പം ഞാൻ കാസ്റ്റിംഗ് ആയിട്ട് മണി ചെറുകുർത്തി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ, അതുപോലെ തന്നെ ജയൻ ചേലക്കരയാണ് ഇതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫ്, അവരുടെ കുടുംബം, ഇത് നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് മാറുകയും, ഒപ്പം ഇതിൻ്റെ PR ആയിട്ട് നിതീഷ് നമുക്ക് നല്ല രീതിയിൽ അതിന് PR വർക്ക് നമുക്ക് ചെയ്തു തന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് നമുക്ക് എൻ്റെതായ സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തിണങ്ങിക്കൊണ്ട് ഞങ്ങൾ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ തന്നെ ഈ വക ദുർഘടമായ സമയത്താണ് ഇതിൻ്റെ ഷൂട്ടിങ്ങും എല്ലാം നടന്നത്. വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ നമുക്ക് ഷൂട്ടിംഗ് പൂർത്തീകരിക്കാനും, ഒപ്പം സനൽ എന്ന് പറയുന്ന നല്ലൊരു എഡിറ്റർ എനിക്ക് ഇതിൽ കിട്ടി, സനൽ മുരുകൻ, വളരെ ഭംഗിയായിക്കൊണ്ട് അവിടെ എഡിറ്റിങ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഇതെങ്ങനെ റിലീസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പം അന്ന് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടായി എന്നുള്ളൊരു ആത്മവിശ്വാസം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇപ്പം ഇതിനു മുമ്പ് കഴിഞ്ഞ കൊല്ലം തെക്കൻ മീഡിയ സ്റ്റാർ ഒരു അവാർഡ് എനിക്ക് ഈ ഒരു പടത്തിന് കിട്ടി. മാത്രമല്ല പ്രമുഖ മാധ്യമങ്ങൾ, ഈവൻ കൈരളി, അതുപോലെ തന്നെ കേരള വിഷൻ ഇത് പൂർണ്ണമായിട്ടും ടെലികാസ്റ്റ് ചെയ്തു. TCV ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന അവരുടെ ഫിലിം ഫെസ്റ്റിവലിൽ, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ കേരള വിഷൻ ഇത് പ്രക്ഷേപണം ചെയ്തിരുന്നു. പക്ഷെ അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെയാണ്, നല്ലൊരു ജീവിതമുണ്ട്, ആ ഒരു കഥയാണ് ഡോക്ടർ സംവിധാനം ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു പ്രോത്സാഹനം തന്നെ എന്നെ സംബന്ധിച്ചോളം വലിയൊരു സന്തോഷമാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഡോക്ടർ തന്നെയാണ് ഇതിന്റെ സ്റ്റോറിയും ഡയറക്ഷനും അതുപോലെ സംഗീത ആലാപനവും രചയിതാവും എല്ലാം. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ഘടകം എന്താണ്? അത് എന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഇതെല്ലാം പല ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. കാരണം ആദ്യം ഇതിലെ ഒരു മുഖ്യ കഥാപാത്രം അഭിനയിക്കുന്ന അഖിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിലൂടെയാണ് ഈ കഥ നീണ്ടു പോകുന്നത്. അപ്പൊ അദ്ദേഹം എനിക്ക് എൻ്റെ മുമ്പിൽ ഒരു കഥ വരികയാണ്. അതായത് ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് മദ്യപാനം, അതുപോലെ തന്നെ കൂട്ടുകാരുമായി ഒത്ത് ഉല്ലസിച്ച് നടക്കാൻ, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാത്തൊരു യുവാവിന്റെ കഥ എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു 6 മാസം മുമ്പേ കൊണ്ടുതന്നു. അപ്പൊ ഞാൻ ഈ ഒരു കഥ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള, ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരണം എന്നുള്ളതിന്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ഈ ലോക്ക്ഡൗൺ വരുന്നത്. ലോക്ക്ഡൗൺ വന്നപ്പോൾ ഈ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ അന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ടുള്ള യുവാക്കൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദന, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കഥ പൂർണ്ണമാക്കുന്നത്. അതിനെനിക്ക് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറുടെ സുരേന്ദ്രൻ കാളിയത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഒരു ദിക്കിൽ ഒത്തുകൂടിക്കൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമാക്കിയത്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതിന്റെ പാട്ട് നമുക്ക് റെക്കോർഡിങ് നടക്കാൻ പറ്റി. കാരണം അന്നൊക്കെ ഈ പറയുന്ന പൊതുവേദിയിൽ പോലും നമുക്ക് ഇതൊന്നും അവതരിപ്പിക്കാൻ പറ്റില്ല. വളരെ രഹസ്യമായിട്ട് വേണം നമ്മൾ യാത്രകളും ഒപ്പം ഇതിന്റെ കമ്പോസിങ്ങും ഇതിന്റെ റെക്കോർഡിങ്ങും ഒക്കെ ആ രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എഴുത്ത്, അതുപോലെ തന്നെ രചന, അതിന്റെ തിരക്കഥ, ഒപ്പം അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ, ഇതെല്ലാം എനിക്ക് തന്നെ, കാരണം എന്നിലാണ് ഇതിന്റെ മുഴുവൻ ഐഡിയ കിടക്കുന്നത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ അത് വിവിധ ഘട്ടങ്ങളിലായിട്ട് അത് ഡെവലപ്പ് ചെയ്ത്
എടുത്തു വരികയാണ് ചെയ്തത്. ഇതെല്ലാം ഒരു ദൈവകടാക്ഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിത് പെട്ടെന്ന് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. പക്ഷെ പല ഘട്ടങ്ങളിലും പല വ്യക്തികളുമായിട്ടുള്ള സൗഹൃദങ്ങളും അവരുമായിട്ടുള്ള ആശയവിനിമയവുമാണ് എനിക്ക് ഇങ്ങനൊരു നല്ല കഥ നമുക്ക് ഈ പ്രേക്ഷകർക്കായിട്ട് നൽകുവാൻ എനിക്ക് സാധിച്ചത്. അപ്പൊ ഒരു അടുത്ത സിനിമ ഇനിയിപ്പോ എന്നുണ്ടാവും, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ സിനിമ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു മോഹം. ഞാൻ ഏകദേശം 8ഓളം ഡോക്യുമെന്ററികൾ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമ എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യം ഒരു പ്രൊഡ്യൂസർ അതുപോലെ തന്നെ റൈറ്ററായിട്ടാണ് ഞാൻ ഷെയർ എന്ന് പറയുന്ന ഒരു സിനിമ, അതായത് കേശദാനം, ക്യാൻസർ രോഗികൾക്ക് കേശദാനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില്. രണ്ടാമത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സാന്ത്വന പാലിയേറ്റീവ് കെയർ എങ്ങനെയാ വേണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ഉള്ള ഒരു സാന്ത്വനത്തിന്റെ തണൽമരങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമ. അതാണ് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ എഴുതുകയും സംവിധാനം ചെയ്യുകയും എൻ്റെ ആദ്യത്തെ പടം. ഇതെന്നെ സംബന്ധിച്ചോളം രണ്ടാമത്തെ സിനിമയാണ്. ഇതും ഒരു ഹ്രസ്വ സിനിമയുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് മോഹങ്ങളുണ്ട്. ഞാൻ കുട്ടികളിൽ സ്വാശ്രയബോധം ഉണ്ടാക്കുന്ന രീതിയിൽ കുട്ടികളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കഥ ഞാൻ ഇപ്പം അത് സ്ക്രിപ്റ്റ് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് വലിയൊരു സിനിമയുടെ ഫ്രെയിമിലാണ് കിടക്കുന്നത്. ഞാൻ അതിൻ്റെ ടൈറ്റിലൊന്നും ഞാനിപ്പോൾ പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അതുപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അവർ തന്നെ അതിനെ നേരിടുന്ന, അവരെ തന്നെ അഭിമുഖീകരിക്കുക മാത്രമല്ല അവർ ഈ പഴയ ആൾക്കാരെ തിരുത്തുകയും ചെയ്യുന്ന ഒരു ഫോർമുലയിലാണ് ഞാൻ. കാരണം പഴയ ആൾക്കാർ ചെയ്തു വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചും കൂടെ മിതത്വം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ധാരണ. പക്ഷെ കുട്ടികളിൽ, വളർന്നു വരുന്ന കുട്ടികളിലാണ് കൂടുതൽ ഇന്ന് സംബന്ധിച്ചുള്ള ആശയങ്ങളും അവരെ സംബന്ധിച്ചുള്ള ഒരുപാട് ഭാവനകളുണ്ട്. അപ്പം നമ്മളെ തിരുത്തുന്ന, ഒരു വയസ്സായിട്ടുള്ള ആൾക്കാരെ തിരുത്തുന്ന ഒരു പ്രമേയമായിട്ട് ഒരു കഥ എൻ്റെ മനസ്സിൽ രൂപാന്തരപ്പെട്ട് വന്നിട്ടുണ്ട്. അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. പ്രേക്ഷകർക്ക് എന്തായാലും അത് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഈ ഇത്രയും കാലം, കാരണം എൻ്റെ സിനിമകളും എൻ്റെ ഡോക്യുമെൻ്ററികളും എൻ്റെ സംഗീതവും എല്ലാം ആസ്വദിച്ചതും അതിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകിയതും പ്രേക്ഷകരാണ്. അപ്പോൾ പ്രേക്ഷകരോടാണ് എനിക്ക് ഏറ്റവും ആദ്യം നന്ദി എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല എന്നെ ഇപ്പോൾ ഇത്ര നേരം ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഈ ചാനലിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഡോക്ടർ, ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചത് നന്ദി. താങ്ക് യു.